ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നൈറ്റി മെറ്റീരിയൽ എടുക്കാൻ പോയതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാനിതിനു മുമ്പ് മുംബൈ പ്രിൻസിൽ പോകുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നേ. അതിലൂടെ തന്നെ മനസ്സിലാക്കാം കുറേ അധികം ആൾക്കാർ ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. കുറേ അധികം ആളുകൾ എന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും സംശയങ്ങൾ ചോദിച്ചായിരുന്നേ. അവർക്കെല്ലാം തന്നെ എനിക്കറിയാവുന്ന പോലെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോഴും അവരുമായി മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരിത്ത ഞാൻ പോയപ്പോൾ എന്നെ കൂടി വിളിക്കണേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നത്തെ തവണ പോയപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ആ ഇത്തയായിട്ടാണ് കേട്ടോ പോയത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആലുവയിൽ നിന്നും 2 ഇത്തമാർ വിളിച്ചായിരുന്നേ. പിന്നെ ഒരു തവണ പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു സംരംഭം തുടങ്ങിയെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു. അങ്ങനെ നേരിൽ കണ്ടിട്ടില്ലാത്ത കുറേ സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിലൂടെ. ഈ പ്രാവശ്യം മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ പോകുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ വെയിൽ നോക്കുമ്പോൾ പോയാൽ പിന്നെ ആ വെയിൽ മൊത്തം കൊള്ളേണ്ടി വരും. 2 വീലറിനാണ് ഞാൻ സാധാരണയായി പോവാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ചിലവൊന്നും മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ വരാറില്ല. 100-200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടായിരിക്കും പോകുന്നത്. 2 വീലറിന് പോകുമ്പോൾ എങ്ങനെ വന്നാലും 1 മണിക്കൂർ മതി അവിടെ എത്താനായിട്ട്. ബസ്സിനാണെങ്കിൽ 3 ബസ് മാറി കയറി ഇറങ്ങി വേണം പോകാനായിട്ട്. അതുമല്ല മെറ്റീരിയൽസൊക്കെ ബസ്സിന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഫുഡൊന്നും കഴിക്കാറില്ല. ചേട്ടനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡൊക്കെ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്രോളിൻ്റെ പൈസ മാത്രമേ എനിക്ക് പോകുന്നുള്ളൂ. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ പുറത്തും അകത്തുമായി ഒരുപാട് മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നത് കാണാം. മിനിമം പീസ് മുതലാണ് എടുക്കുന്നതെങ്കിൽ കയറി ചെല്ലുന്ന അവിടെ നിന്ന് തന്നെ എടുക്കാം. ഈ പ്രാവശ്യം ഞാൻ അജ്രക്ക് എടുത്തതേ ഇല്ല കേട്ടോ. എല്ലാം രാജവാദി പ്രിൻ്റാണ് എടുത്തത്. പല വെറൈറ്റി മോഡൽസും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മലയാളി ചേച്ചിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ചേച്ചി എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി എടുത്ത് തരുന്നുണ്ടായിരുന്നു. അവിടെ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ബ്രാൻഡ് മെറ്റീരിയൽസ് എവിടേക്കാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതേത് ബ്രാൻഡ് മെറ്റീരിയൽസാണ് എന്ന് സ്റ്റാഫിനോട് ഞാൻ ചോദിക്കാറില്ല. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതാണേ എടുക്കാൻ പറയും. അവിടെ ആദ്യമായിട്ട് വരുന്ന കസ്റ്റമർ ഇതേത് ബ്രാൻഡ് മെറ്റീരിയൽസാണ് എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ആ ഷോപ്പിലേക്ക് പോയത് ഓർമ്മ വരുവേ. കാരണം ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ചേച്ചിയും കൂടെയാണ് ആ ഷോപ്പിലേക്ക് പോകുന്നത്. അന്ന് ഏത് ബ്രാൻഡാണെന്ന് അവർ പറഞ്ഞാൽ കൂടെ ആ മെറ്റീരിയൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരുന്നു അതെടുത്തിരുന്നത്. കാരണം ആദ്യമായിട്ടാണല്ലോ ആ ഷോപ്പിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനെടുത്ത മെറ്റീരിയൽസൊക്കെയാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പുതിയതായിട്ട് ഈ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ.